കണ്ടും മിണ്ടിയും ഇരുവർ. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും ഒരുമിച്ചെത്തിയ അഭിമുഖമായിരുന്നു. ആ അഭിമുഖം ഇപ്പോൾ പുതിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ അഭിമുഖം ചിത്രീകരിക്കുന്നതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് 11 ലക്ഷത്തിലധികം രൂപയാണ് ചെലവായിരിക്കുന്നത്. വിവരങ്ങൾ പുറത്തു വന്നത് വിവരാവകാശ രേഖ പ്രകാരം തന്നെയാണ്. എന്തായാലും അതിപ്പോൾ പ്രതിപക്ഷം ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാരിനെതിരെ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ചായിരുന്നു വളരെ രഹസ്യമായിട്ട് ഈ അഭിമുഖം ചിത്രീകരിക്കുന്നു. അതിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളിലും TV മാധ്യമങ്ങളിലും ഈ ഇന്റർവ്യൂ പുറത്തുവരികയുമാണ് ചെയ്തത്. എന്തായാലും ഖജനാവിൽ നിന്ന് എത്ര കോടികളാണ് സർക്കാരിന്റെ മുഖം മിനുക്കാനായി ഇപ്പോൾ ചെലവായിട്ടുള്ളത് എന്ന ചോദ്യം അത് പൊതുജനം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ എന്നതാണ്. അജിംസ, ഇതിപ്പോൾ ഒരു 11 ലക്ഷമല്ലേ ആയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ആ ഒരു അഭിമുഖത്തിന് മോഹൻലാലിനെ കൊണ്ടുവന്നതിന് ഇത്രയും രൂപ ചെലവായിരിക്കുന്നു. സർക്കാരിന് ഇതിൽ മറുപടി പറയേണ്ട ബാധ്യതയില്ലേ? നിയമപരമായിട്ട് ബാധ്യതയൊന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സർക്കാർ പബ്ലിക് റിലേഷന് വേണ്ടി ചെലവാക്കുന്ന തുക അത് എത്രയാണെങ്കിലും അതിൽ എന്തായിരിക്കും, എന്ത് കണ്ടന്റ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒന്നുമില്ല. ആകെയുള്ളത് 2018 ഛത്തീസ്ഗഡിൽ അവിടുത്തെ BJP സർക്കാർ ഒരു വികസന യാത്ര നടത്തി. ആ വികസന യാത്ര നടത്തിയിട്ട് സർക്കാർ അതിനൊരു പരസ്യം കൊടുത്തു വികസന യാത്രയ്ക്ക്. ആ പരസ്യത്തിൽ അന്നത്തെ ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെയും അവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെയും ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ കോമൺ കോസ് എന്ന് പറഞ്ഞൊരു സംഘടന സുപ്രീം കോടതിയിൽ പോയി. ഈ പരിപാടി നടക്കില്ല, അത് പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് പണം എടുത്തിട്ട് പാർട്ടി പരിപാടിക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല, സർക്കാർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസ് വന്നു. അതിൽ സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് എടുത്തു. ആ ഡയറക്റ്റീവിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇതൊക്കെയാണ്. ഒന്ന്, ഏതെങ്കിലും രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടി പണം ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും പാർട്ടി ചിഹ്നങ്ങളെയോ പാർട്ടിയെയോ ഗ്ലോറിഫൈ ചെയ്യുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ ആയ ഒന്നും പാടില്ല. ഇങ്ങനെ കുറേ ഒരു 8 or 10 ഡയറക്റ്റീവ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് പരസ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ അഭിമുഖത്തിന് ബാധകമാകുമോ എന്നുള്ളത് മാത്രമാണ്. അത് ലീഗലി അല്ല ഞാൻ പറയുന്നു, അത് രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയം. കാരണം മോഹൻലാലിൻ്റെ അഭിമുഖം, ആ മോഹൻലാൽ വന്ന അഭിമുഖം നടത്തുക അതൊന്നും പ്രശ്നമൊന്നുമല്ല. CPM പണം മുടക്കിയിട്ട് അഭിമുഖം നടത്തുക, മുഖ്യമന്ത്രിയുടെ സോഫ്റ്റ്വെയർ സൈഡ് കാണിക്കുക എന്നുള്ളതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ പബ്ലിക് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുന്നത് PRD വകുപ്പാണെങ്കിൽ PRD വകുപ്പ് ചെയ്യേണ്ട പണി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരു ചോദ്യം പോലും മോഹൻലാൽ ഒരു ചോദ്യം പോലും വികസനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു ഞാൻ കേട്ടില്ല. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കേട്ടത്. അത് കേട്ടത് ചോദിച്ച് വളരെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, സിനിമ ഇഷ്ടമാണോ, എൻ്റെ സിനിമയിൽ ഏത് ഡയലോഗാണ് ഇഷ്ടം, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമയോ, ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യവുമില്ല. ഭരണഘടനാപരമായി പിണറായി വിജയന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, പിണറായി വിജയന് ഇഷ്ടമുള്ള സിനിമ ഏതാണ്, സിനിമ ഡയലോഗ് ഏതാണ് എന്ന് പൊതുജനം അറിയേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം നിയമപരമാണ് എന്നതിനുപരി നിയമപരമായ പ്രശ്നം കൂടിയുണ്ട്. സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്സ് അവിടെ നിൽക്കുന്നുണ്ട്. 2018 ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ മുഖ്യമന്ത്രി ഉടുക്കുന്ന മുണ്ട ഏതാണ്, ഇടുന്ന ബനിയൻ ഏതാണ് എന്നറിയേണ്ട ഉത്തരവാദിത്തം, ബാധ്യത ഇവിടുത്തെ വോട്ടർമാർക്കില്ല. അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട കാര്യം ഇവിടുത്തെ നികുതിദായകർക്കില്ല. ഇതിന് മറുപടി പറയാൻ സർക്കാർ തയ്യാറാവണം. അതിനപ്പുറം അതിനിപ്പോൾ ഒരു ലീഗൽ ബാറ്റിലേക്ക് പോകുമോ, പിണറായി വിജയൻ ആ 11 ലക്ഷം തിരിച്ചടയ്ക്കുമോ എന്നുള്ളതൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ ഒരു ഉത്തരം സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയേ തീരും. ശരി ജിമി, നോക്കൂ, ഈ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം, അതിൽ തെറ്റില്ല. ഇതുപോലെയുള്ള പല വിഷയങ്ങൾ വന്നപ്പോൾ കോടതിയിൽ നിന്നുൾപ്പെടെ ആ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമാണോ ഉള്ളത്? ഈ ഓരോ ഘട്ടത്തിലും ധാർമ്മികതയുടെ ഗോൾ പോസ്റ്റ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇത് അസംഭവ്യമാണ്. അതിനുശേഷം നാം എത്രയോ വെള്ളം ഒഴുകി, എത്രയോ സർക്കാരുകൾ അവരുടെ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള വർഷം കോടികൾ ചെലവഴിച്ചുള്ള PRD വഴിയുള്ളതും അല്ലാത്തതും എന്തൊക്കെ പരിപാടികൾ നടത്തി. അതിപ്പം UDF സർക്കാരായാലും LDF സർക്കാരായാലും അങ്ങനെയാണ്. ഒരു പുതിയ നോർമൽ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി താരം മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നു. മോദിയെ നമ്മൾ കളിയാക്കിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, താങ്കൾ മാങ്ങ കഴിക്കാറുണ്ടോ, അത് തന്നെയല്ലേ ചോദിച്ചത്. അപ്പോൾ അന്ന് മോദിയെ ട്രോളിയ അതേ ലെഫ്റ്റ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിന് കൈയടിക്കുകയാണ്. വളരെ കാതലായ ഒരു ചോദ്യമില്ലാതെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു, നല്ല കാര്യം. അപ്പോൾ മോദിയെ കളിയാക്കി എന്തിനാ? മോദിയോട് എന്തൊക്കെ ഗൗരവമായ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു, രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചോദിച്ചില്ലല്ലോ ഈ മണ്ടൻ എന്നല്ലേ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡിൽ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് ഇതില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇത് 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെറും തുച്ഛമായ പരിധി നമ്മൾ പറയുന്ന സാധനമില്ല, നിസ്സാരമായ സാധനം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വരിക. ഒരു അർത്ഥവുമില്ലാത്ത പിണറായി വിജയൻ എന്തൊക്കെയാണ്, അദ്ദേഹം ആരാണ്, എങ്ങനെയാണ്, കുട്ടിക്കാലത്ത് കരഞ്ഞിട്ടുണ്ടോ, ചിരിച്ചിട്ടുണ്ടോ മുതലായ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സാധനമായി ആ സ്ഥാനത്തിന് മാറ്റുകയും
അത് മാധ്യമങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്, അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം. ഇത് സർക്കാർ ഔദ്യോഗികമായി ചെയ്യുകയാണ്, അത് അത്രയും അവിടെ ഇരിക്കട്ടെ. പക്ഷേ എനിക്കുള്ളൊരു കൗതുകരം ഒരു മാധ്യമപ്രവർത്തന നിലയിൽ ഈ പറയില്ല, ഇപ്പം ഈ ഏതൊരു സിനിമയിൽ ഇന്ദ്രൻസ് ഏത് കെട്ടിടം കണ്ടാലും കൊള്ളാം, ഇത്ര ഇഷ്ടിക, അയാൾ ഇഷ്ടിക കളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, ஆனால் ഒരു 10,000 ഇഷ്ടിക കാണും എന്ന് പറയും, എന്ത് കണ്ടാലും എന്ന് പറഞ്ഞ പോലെ ആ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്ക് 3 ക്യാമറ, 2 കസേര, ഒരു കഥകളി വിഗ്രഹം, ഒരു രൂപ ഇത്രേ ഉള്ളൂ, അതിനകത്ത് കുറച്ച് ലൈറ്റ് ഇത്രേ ഉള്ളൂ. അതിന് 11.5 ലക്ഷം രൂപയ്ക്ക് ആകുമായിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കൗതുകം കൂടെ എനിക്കുണ്ട്. ഇത് സർക്കാരിൻ്റെ നിങ്ങൾ പല ഫണ്ടുകൾ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെ കോമ്പൻസേറ്റ് ചെയ്യാം, വേറൊരു വർക്കിന് ഇതിനകത്ത് നമ്മൾ കൂട്ടി എഴുതാണോ, ഇതൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ജനം മൂക്കത്ത് വിരൽ വയ്ക്കും. ഇത്രയും നിസ്സാരമായൊരു ഇൻ്റർവ്യൂവിന് ഇത്രയും തുകയായോ എന്നൊരു സംശയം. ശബരിമലയിൽ നമ്മൾ സർക്കാരിൻ്റെ പരിപാടി അല്ലെന്നും ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്, നിസ്സാര പൈസയാവുള്ളൂ, സ്പോൺസർഷിപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങ് ഊട്ടിയിൽ മുറിയെടുത്തിരിക്കുകയാണ്, അല്ല മൂന്നാറിൽ മുറിയെടുത്തിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് മൂന്നാർ വഴി ശബരിമലയിലേക്ക് വരുന്ന എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് കുമരകത്ത് റൂം എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ചോദ്യമായില്ലേ? ഇതൊക്കെ ചോദ്യമായി വലിയ വിഷയമായില്ലേ? അതുപോലെ ഒരു കൗതുകം ഇതിനകത്തുണ്ട്. എന്താണ് ഇത്രയും തുക മുടക്കി ഇങ്ങനെ ഒരു സാധനം വരുന്നത്? പക്ഷേ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് റിലവൻസ് ആണ് നിങ്ങൾ മോദിയെ കളിയാക്കിയ അതേ പാറ്റേണിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? 1. 2, പ്രതിപക്ഷം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മാധ്യമങ്ങൾ അന്വേഷിക്കണം, നമ്മളെല്ലാവരും തപ്പേണ്ടതാണ്. സർക്കാരിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ 2 കിലോമീറ്ററിലും ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ. നമ്മൾ മുന്നോട്ട് പോകും എന്ന മട്ടിലുള്ള മുദ്രാവാക്യമുള്ളത്. ആ ഫ്ലെക്സ് ബോർഡുകളെല്ലാം LDFൻ്റെ ഫ്ലെക്സ് ബോർഡുകളായി മാറിയിരിക്കുന്നു എന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോട് ഉന്നയിച്ചിരിക്കുന്നത്. അത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടത് ഒന്നാണ്. അത്രയും മതി, അത് പരിശോധിക്കണം, ബാക്കി വരട്ടെ. എന്തായാലും ഇതിന്റെ സ്പ്ലിറ്റ് എത്ര എന്ന് അറിയാൻ എനിക്ക് വ്യക്തിപരമായ ആഗ്രഹമുണ്ട്. ഇത് എങ്ങനെയാണ് ഇത്രയും പൈസ ചെലവായത്? അതെ, മുഖ്യമന്ത്രി കൊടുത്തതാണോ, മോഹൻലാലിന് കൊടുത്തതാണോ, പേ ചെയ്താണോ? ഇല്ലല്ലോ. മോഹൻലാലിന് 11 ലക്ഷത്തിൽ എത്ര കൊടുക്കാനാണ്? അങ്ങനെ 2 ലക്ഷം രൂപ കൊടുത്ത വരുന്ന ആളാണ് മോഹൻലാൽ. മോഹൻലാൽ പൈസ വാങ്ങിച്ചിട്ടില്ല തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരു കാര്യമുള്ളത്, 11.5 ലക്ഷം രൂപ മോഹൻലാലിന്റെ ഇന്റർവ്യൂ സെറ്റ് ചെയ്യാൻ അതിന് TK രാജീവ് കുമാറാണ് സംവിധാനം ചെയ്തിട്ടുള്ള ആൾ. അദ്ദേഹത്തിന്റെ ഒരു ടീം അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഏതോ ക്യാമറ ടീമുണ്ട്, ടീമാണ്. അപ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഹയർ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ, അവർ പറഞ്ഞ പൈസ 2 ദിവസത്തേക്ക് കൊടുക്കേണ്ടി വരും. മോഹൻലാൽ അവിടെ തിരുവനന്തപുരത്ത് വന്നു, മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഡിസ്കഷൻസ് നടത്തുന്നു, മോഹൻലാലിൻ്റെ താമസം, ഫുഡ് എല്ലാം കൂടി 11 ലക്ഷം രൂപ വലിയൊരു ഭയങ്കര പൈസ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം മോഹൻലാൽ ഇതിൻ്റെ റിമ്യൂണറേഷൻ കൂടി വാങ്ങിച്ചിരുന്നത് ഭയങ്കര തുകയായിട്ട് മാറിയാണ്. അതർവൈസ് സാധാരണ നിലയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും കൊള്ളാവുന്ന, എനിക്ക് തോന്നുന്നു അവിടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് എഡിറ്റർമാരിൽ ഒരാളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഡോൺ മാക്സ് മറ്റേ എഡിറ്റ് ചെയ്ത് ഞാൻ കേട്ടു, ഉറപ്പില്ല കേട്ടോ, വെരിഫൈ ചെയ്യണം. അപ്പോൾ അത്രയും പൈസ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഇതിൻ്റെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിച്ചവർ. അവർക്ക് പൈസ കൊടുക്കണം. നല്ല ക്യാമറ വാടകയ്ക്ക് എടുത്താൽ നല്ല ഡേ റെന്റ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അതൊക്കെ ചിലവായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊരു കാര്യമുള്ള, നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് മോദിയോട് നിങ്ങൾ മാങ്ങ പൂളിയാണോ ജ്യൂസ് അടിച്ചാണോ കഴിക്കുന്നത് എന്ന് അക്ഷയകുമാർ ചോദിച്ചപ്പോൾ എന്താ അർത്ഥരഹിതമായ വ്യായാമം, ഇതാണോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അന്ന് ചോദിച്ചയാളെന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം ചോദിച്ച ട്വീറ്റ് നമുക്ക് ഇപ്പോഴും കിട്ടും. അപ്പം ഇത്തരം വ്യായാമങ്ങൾ അർത്ഥരഹിതമാണെന്നും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നതുമാണെന്നും അഭിപ്രായമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിൻ്റെ PB അംഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ഈ പണി എന്തിനാണ് എടുക്കുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റർ സൈഡ്, മുഖ്യമന്ത്രിയുടെ ഒരു ലൈറ്റർ സൈഡ് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹം സ്നേഹനിധിയായ മനുഷ്യനാണ്, അദ്ദേഹം ഒരു രക്ഷാകർതൃബിംബമുള്ള സ്വഭാവിയായിട്ടുള്ള ഒരാളാണ് എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ അതിന് ആവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കറിയാവുന്ന പോലെ കോവിഡും പ്രളയവും ഒക്കെ കഴിഞ്ഞ് നാം ഒരു വലിയ കെടുതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അന്ന് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആകമാനമുള്ള രക്ഷാദൗത്യ സംഘത്തിൻ്റെ തലവനെ പോലെ എല്ലാ ദിവസവും 6 മണിക്ക് വരുമായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തോട് അടുപ്പമായിരുന്നു. അദ്ദേഹം നിങ്ങളുടെ വീട്ടിലെ പട്ടിയെയും പൂച്ചയെയും വരെ കരുതണം കേട്ടോ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള, എന്തുമാത്രം വിശാലമായ കരുതലുള്ള സ്നേഹരൂപിയായ മനുഷ്യനാണ്. എന്തായാലും അന്ന് അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നല്ലോ. 6 മണി വാർത്താ സമ്മേളനത്തിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് ജനത്തിന് മനസ്സിലാവുകയും എല്ലാവരും അത് കാണാനിരിക്കുകയും ചെയ്തു. സോ അന്ന് ഇത്തരം അഡീഷണൽ എക്സ്ട്രാ എഫേർട്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല കഥ. ഇന്ന് അത്തരം അനുകൂലമായ സ്വാഭാവിക ഘടകങ്ങളില്ല. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ ആ മുഖ്യമന്ത്രി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാർക്കശ്യക്കാരനോ ഒരു ദൃഢരൂപിയായ ആളല്ല. അദ്ദേഹം ഒരു സ്നേഹസമ്പന്നനായ സോഫ്റ്റ് ആയ ആളാണെന്ന് സ്ഥാപിക്കാനും ചില പണികൾ വേണ്ടിവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൈസ ഇറക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണേണ്ട കാര്യം, മോഹൻലാൽ 5 പൈസ പ്രതിഫലം വാങ്ങിക്കാത്ത ഈ ഇൻ്റർവ്യൂ സെറ്റപ്പ് ചെയ്യാൻ 11.5 ലക്ഷം ചിലവാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വെറുതെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന്. CPIMുമായിട്ടും സർക്കാരുമായും ബന്ധപ്പെട്ട കണ്ടന്റ് ആരൊക്കെ എടുക്കുന്നു? ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ബ്ലോഗർമാരെ എടുക്കുക. അവർ ഇങ്ങനെ
എന്താണ് കൊളാബ് ചെയ്ത് മാത്രം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൈസ വാങ്ങിച്ചിട്ടില്ലാതെ ഒരു കണ്ടന്റും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ റിസോർട്ടുകളുടെ പരസ്യം ചെയ്യും, അല്ലെങ്കിൽ പല ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഹോട്ടലുകളുടെ ഒക്കെ ചെയ്യും. അതിനെല്ലാം അവർ പൈസ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ മാത്രം ചെയ്യുന്ന, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ കമന്റും ചെയ്യാത്ത ആളുകളുടെ ഭാഗമായിട്ടും മുഖ്യമന്ത്രിക്ക് മാത്രം അനുകൂലമായ ചോദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള തമ്പ്, മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് അനുകൂലമായിട്ടുള്ള ട്രാക്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. അവർക്ക് എത്ര പേര് കാണും? ആഷിറയുടെ റീൽ ഉണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന റീലുണ്ട്. നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് മറ്റ് സംസ്ഥാനത്ത് പഠിക്കുന്ന ആളാണ്, അത് നാട്ടിൽ വന്നിട്ട് എനിക്ക് കേരളം വിട്ട് പോകാൻ തോന്നുന്നു. എന്റെ കേരളത്തെ കുറിച്ചുള്ള മഹത്വം പറയാം. ആരോട്? ആഷിറെ, മലയാളികളോട്. തമാശ അതല്ല, ഹാഷ് തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുണ്ട്. നമ്മൾ ആ തമാശ ഇങ്ങനെ കേൾക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞു. പെട്ടെന്ന് ഹാഷ് ചാടിക്കറിപ്പോഴാണ് വ്യവസായ വികസനത്തിന്റെ സൂചികയിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നത് നീ അറിഞ്ഞോടാ. ഭയങ്കരമായ സ്വാഭാവികതയാണ്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ജോക്ക്. അപ്പോൾ ഈ നിലയ്ക്കുള്ള പൈസ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ പുഷ് ചെയ്യുന്നത് തെറ്റ്, ഞാൻ അതിനും തെറ്റ് പറയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പരമാവധിയിൽ പ്രചാരണത്തിന് വേണ്ടി പൈസ ഇറക്കാനോ പ്രചാരണ സാമഗ്രികൾ കൊണ്ടുവരാനോ ഒക്കെ എല്ലാവരും ശ്രമിക്കും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇറങ്ങും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളം കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന്, കടമെടുപ്പ് പരിധി കുറച്ചതുകൊണ്ട്, നമ്മൾ വായ്പാ പരിധി കുറച്ചു, നമ്മുടെ GST വിഹിതത്തിൻ്റെ പ്രശ്നം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഭയങ്കരമായ ക്രൈസിസിലാണെന്ന് കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം വിഹിതം കുറയ്ക്കുന്നതിനെക്കുറിച്ച് മറ്റുമാണ് കോന്നി ഇതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും ഇങ്ങനെ പോയാലെന്ന് ചോദിക്കാൻ എന്നിട്ട് കോമ്രേഡിനോടാണ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. ഈ സന്ദർഭം ഓർക്കണം. അപ്പോഴാണ് ഇതിന് പൈസ ചിലവാക്കുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾ ഓർക്കണം, 1.5 ലക്ഷം രൂപയുടെ മറ്റൊരു വണ്ടി, എത്ര ലക്ഷം രൂപയുടെ ബസ് ഇറക്കിയത്, ഒരു ബസ് ഇറക്കിയിട്ടാണല്ലോ നവകേരള സദസ്സ് നടത്തുന്നത്. ആ ബസ് ഓടുമ്പോൾ കേരളത്തിലെ ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ പലതും റീഫിൽ ചെയ്തിട്ടില്ല. അവിടെ പരിപ്പുണ്ടായിരുന്നില്ല, പലയിടത്തും പഞ്ചസാര ഉണ്ടായില്ല. ജനം വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത്രയും വലിയ സാമ്പത്തിക കെടുതി പലയിടത്തും സർക്കാരിൻ്റെ ഫണ്ട് ഫ്ലോ പ്രോപ്പറായി നടക്കാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ക്യാബിനറ്റ് ഒന്നാകെ കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു നൈതിക പ്രശ്നമുള്ളത്, ഇപ്പോഴും സർക്കാരിൻ്റെ ബില്ല് കൃത്യമായി മാറിക്കിട്ടാത്ത, അല്ലെങ്കിൽ സാലറി ഇഷ്യൂ രേഖപ്പെടുത്തുന്ന പല ആൾക്കാരൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ എത്ര പൈസ ചിലവാക്കുന്നു, നിങ്ങൾ ഈ പൈസ ചിലവാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ള സംഗതി പ്രധാനമാണ്. നിങ്ങളിപ്പോൾ ആശാ വർക്കർമാർ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ തോന്നുന്നു. സോ നിങ്ങളുടെ പൈസ ചിലവാക്കിക്കോളൂ, പൈസ ഉണ്ടെങ്കിൽ ചിലവാക്കിക്കോളൂ, പക്ഷേ പൈസയ്ക്ക് നിങ്ങൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. പൈസ ഇല്ലാത്ത പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കുക, കിഫ്ബിയുടെ ചെലവെടുക്കുക. കിഫ്ബിയുടെ ചെലവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള വർഷം പരസ്യ ചെലവിൽ വൻ വർധനയാണ്. മറ്റുള്ള വർഷങ്ങൾ കുത്തനെ ഇടിയുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ കിഫ്ബി കടം മേടിച്ചുണ്ടാകുന്ന, കടം വാങ്ങിയിട്ട് വികസനമാണല്ലോ, കടം വാങ്ങി വികസനം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പുള്ള വർഷവും ആ തെരഞ്ഞെടുപ്പ് വർഷവും പരസ്യ ചെലവ് വൻതോതിൽ കൂടുന്നു. ആ പരിപാടിക്ക് എന്താ പറയാ, വിത്ത് എടുത്ത് കുത്തുക എന്ന് പറയും. കടം വാങ്ങി എന്താ പറയാ, ധാരാളം നടത്തുന്നതിനാണ് ഇതിന് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ഥലത്ത് 2000 പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിവൃത്തിയില്ല, കാരണം വലിയ സാമ്പത്തിക ഞെരുക്കമായിരുന്നു. 2000 ആക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അവസാന കാലത്ത് ഇത്രയും വലിയ തുക ചെലവാക്കുന്നത്. ഒരു പക്ഷേ UDF വന്നാൽ ഇത് തന്നെ ചെയ്യുമായിരിക്കും. അപ്പോൾ UDF-നോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് തോന്നിവാസം. ഇങ്ങനെ പൈസ പണമില്ല എന്ന് പറയുകയും കേന്ദ്രത്തിന് സമരം നടത്തുകയും ചെയ്തൊരു സമയത്ത് നിങ്ങൾക്ക് സർക്കാരിൻ്റെ പണം എടുത്ത് CPM-ന് പണം ഉണ്ടല്ലോ, ഇപ്പോൾ ചെയ്യല്ലേ, ഈ പറഞ്ഞ നാട്ടിലെ മുഴുവൻ ഹോർഡിങ്ങുകൾ CPM വെക്കുന്നുണ്ടോ, അങ്ങനെ വെക്കട്ടെ. സർക്കാരിൻ്റെ പണം എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. അതാണ് പണമില്ല എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് PR വർക്കിന് എവിടെ നിന്ന് പണം എന്നതാണ് ചോദ്യം.